KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അങ്ങ് വായിക്കുന്നു. ഇത് വായിക്കേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്കും. തന്നെ അറസ്റ്റ് ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ വെല്ലുവിളിയാണെന്നാണ് അജു അലക്സ് പറയുന്നത്. ഈ സുലൈമാന്റെ ഒരു തമാശ കേട്ട ഞാനൊരു തല്ല് ചെകുത്താൻ പേജിൽ അഭിപ്രായങ്ങൾ ഇനിയും തുറന്നു പറയുമെന്നും അജു പറയുന്നു. എല്ലാം ഞാൻ നേരിടാൻ പോവാ, അത് കേട്ടാ മതി ഞങ്ങൾക്ക്. അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ള സിദ്ദിഖിന്റെ പരാതിയിലായിരുന്നു നടപടി. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. അപ്പം അതിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പം ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേര് ഇതേ കാരണം പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരിച്ചിരി എന്താ പറയാ, ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല, അതുകൊണ്ടാണ്. നല്ല നാല് പെടകിട്ടിയ ആരായാലും നന്നാവും. അതൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്നുകൂടെ ആവുമ്പോ ശരിക്കും നന്നാവും. ചെകുത്താൻ പേജിൽ അപ്പോൾ ഇനിയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? പേജിലും യൂട്യൂബിലും എല്ലാം അടുത്ത വരും. ഇതാണല്ലോ അല്ല എന്താ, നമ്മള് മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. ഇനിയിപ്പോ ഈ കേസിന്റെ ഒരു തുടർ നടപടി എങ്ങനെയാണ് അയാളെ പറഞ്ഞത്? കേസിന്റെ വഴിക്ക് പോട്ടെ, ഇനിയും ഞാൻ ഇതുപോലെ പറയുമെന്നാണ് അജു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരാ മുതല്? ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തന്ന നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. പിന്നെ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഇത് FSL കൊടുക്കണം. ബാക്കിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഞാൻ അറിഞ്ഞെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയെ ശരിക്കും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഡിസ്ക്രീസ് ചെയ്തതിൻ്റെ പേരിൽ ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന്, ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് കണ്ട് ഇതിനെതിരെ എന്തോ കേസ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്താ ഉറക്കം വരുന്നു. കൂടാതെ മറ്റൊരു കാര്യം അറിഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇവനെതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. എന്തായാലും 4 വഴിയിലൂടെ ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സ്വയം വരുത്തി വെച്ചല്ലേ അനുഭവിക്കുക. ഈ മോഹൻലാലെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴി എടുക്കണം. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയെ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുമില്ല, മോഹൻലാൽ എന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ആർമിയെ ആക്ഷേപിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഭയങ്കര അതിയായ വിഷമമുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുള്ളത്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.